ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ജൂൺ 2 ട്യൂസ്ഡേയിലെ കാഴ്ചകളാട്ടോ ഈ കാണുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് നേരെ വന്ന് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കും. കാരണം സൺലൈറ്റൊക്കെ ഞാൻ എന്നും ഡെയിലി അത് നോക്കുന്നത് ശീലമാട്ടോ. അങ്ങനെ നോക്കിയിട്ട് നേരെ വന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് എൻ്റെ പരിപാടികൾക്കായിട്ട് അങ്ങോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4:45 കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ അങ്ങനെ വലിയ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊന്നും രാവിലെ കൂടുതലും ചെയ്യാറില്ല. ആദ്യക്ക് എന്തൊക്കെ ചെയ്ത് കൊടുത്ത് വിട്ടാലും ആദ്യം അത് കഴിക്കാതെയാണ് മിക്ക ദിവസങ്ങളിലും കൊണ്ടുവരിക കേട്ടോ. ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ കഴിക്കത്തില്ല. അപ്പോൾ ഇത് സമയം ഇപ്പം 5:10 ആകാറായി. ഇത് ഞാൻ തലേദിവസമേ മറക്കാതെ എടുത്ത് വെച്ച് കേട്ടോ. ആദ്യം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെറുപയർ അവർക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഡിസ്പോസിബിൾ സ്പൂൺ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യക്കുള്ള പാലും ഞാനവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. വെള്ളം ഇത് ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചേട്ടോ വെള്ളം. ഇത് അജ്വൈൻ വാട്ടർ കേട്ടോ അവന് സ്കൂളിൽ കൊടുത്തു വിടുക. ഇതാണ് അവൻ്റെ ടിഫിൻ ബോക്സ് കേട്ടോ. നമ്മുടെ ന്യൂട്ടെല്ല തേച്ച ഒരു ചെറിയ ബണ്ണും പിന്നെ ഹാഫ് ആപ്പിളുമാണ്. അജ്വൈൻ വാട്ടർ ഒരു ഞാൻ തിളച്ചത് ഒഴിക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട. ഇതിൻ്റെ കൂടെ ഞാൻ നോർമൽ വാട്ടറോട് ആഡ് ചെയ്തൊരു മീഡിയം അവന് കുടിക്കാവുന്നതിൽ കുറച്ചുകൂടി ചൂടാക്കിയായിരിക്കും വെക്കുക. അപ്പോൾ അത് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കറക്റ്റ് ടെമ്പറേച്ചറിൽ കിട്ടും. എന്നാലും അവൻ കുടിക്കത്തില്ല. അവന് ചെറിയ ചൂട് വേണം കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. അങ്ങനെ ഫുഡൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഡെയിലി അവർക്ക് ബാഗിനകത്തിൽ ഒരു ജോഡി ഡ്രസ്സ് വെച്ചേക്കണം. അപ്പോൾ അതും എന്നും ഞാൻ മറക്കാതെ വെച്ചേക്കും. അപ്പോൾ ബാഗൊക്കെ തട്ടിക്കുടഞ്ഞതിന് ശേഷം ഇതിപ്പോൾ അവധി കഴിഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടായതുകൊണ്ട് മൊത്തത്തിൽ ബാഗൊക്കെ തല്ലിക്കുടഞ്ഞതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത്. ഇവിടെ അങ്ങനെ തല്ലിക്കൊടേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അങ്ങനെ പിന്നെ അവധിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തന്നുവിട്ട ടെക്സ്റ്റും ബുക്സും എല്ലാം അറേഞ്ച് ചെയ്ത് ഒക്കെ വെച്ചു. പിന്നെ ഇവർക്ക് ഒരു നാപ്കിൻ ക്ലോത്ത് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. കാരണം ഈ ടിഫിൻ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നല്ല ഗുഡ് ഹാബിറ്റാണല്ലോ. അപ്പോൾ അത് അവർ കമ്പൽസറി പറയും. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ ഇതും മറക്കാതെ ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ മറക്കാതെ വെച്ചിരുന്ന ഇതാട്ടോ. അവർക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ അവർ സ്കൂളിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് തീരെ കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ. ഇതുപോലും ചില ദിവസങ്ങളിൽ കഴിക്കാതെയാണ് അവൻ വരിക. അങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചിട്ടാട്ടോ ഇവിടുന്ന് പോകുന്നത്. എന്നിട്ട് ഇത് കഴിക്കാതെയും കൂടെയാണ് ചില ദിവസങ്ങളിൽ വരിക. പിന്നെ ഇത് ID കാർഡും സോക്സും എല്ലാം എടുത്ത് സോഫയിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ആദ്യം വിളിക്കാൻ വേണ്ടി വന്നത്. അപ്പം എനിക്ക് സങ്കടം തോന്നി കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ അവനെ വിളിക്കുന്നതിനേക്കാളും മുമ്പേ ഞാൻ അങ്ങ് ഒരുങ്ങാമെന്ന് കരുതി കേട്ടോ. ഒരുങ്ങി കേട്ടോ, ഞാൻ ഒരുങ്ങി. സാധാരണ ഞാൻ അവനെ ഒരുക്കിയിട്ടാട്ടോ ഒരുങ്ങുന്നത്. ഇനി ഞാൻ നേരത്തെ ഒരുങ്ങി, ചേട്ടനില്ലാത്തതുകൊണ്ട്. മറ്റേ ചേട്ടനാണ് യൂണിഫോമൊക്കെ ഇടിയിപ്പിക്കുന്നത്. ഇതാ ഞാൻ ഒരുങ്ങി, ഡ്രസ്സൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എല്ലാം റെഡിയായി. ഇനി ആദ്യം ഓണത്തട്ടെ പാലൊക്കെ കൊടുക്കണം. യൂണിഫോമൊക്കെ തലേദിവസം രാത്രിയിലെ അയൺ ചെയ്ത് റെഡിയാക്കി വെക്കും കേട്ടോ. എല്ലാം കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ തലേദിവസമേ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. കാരണം രാവിലെ സമയം ഞാനിങ്ങനെ ഓരോ മിനിറ്റും എനിക്ക് വളരെ വാല്യുബിളാണ് രാവിലത്തെ ടൈമിങ്. അങ്ങനെ 5:30 ആയപ്പോഴത്തേക്ക് ആദ്യം വിളിച്ചുണർത്തി കേട്ടോ. എന്നും ഒരു 5:40 ആകുമ്പോഴാണ് ആദ്യം ഉണർത്തുക. ഇന്ന് ചേട്ടനില്ലാത്തതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഉണർത്തിയത് കേട്ടോ. ചേട്ടൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്. ചേട്ടന് UK പോയേക്കുവാണ് ജോലിയുടെ ഒരു ആവശ്യമായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട് കേട്ടോ. പല രാജ്യങ്ങളിലോട്ടും അവരുടെ പ്രൊജക്ട്സൊക്കെ ഉള്ള രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 വീക്കായിട്ട് UK. ഇപ്പം ഞാൻ വോയിസ് ചെയ്യുമ്പം സാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ ആദ്യം വിടുന്ന ദിവസങ്ങളിൽ ഞാൻ കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റ് മുമ്പേ ഞാൻ എല്ലാം റെഡിയാക്കി നിർത്തും കേട്ടോ. സാധാരണ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ റെഡിയായി കഴിയുന്നത്. ചേട്ടനില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ 5:45 ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും. അങ്ങനെ 5:45 ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടിരുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ സ്പെൽ ചെക്കിന് വേണ്ടി ഒരു 10 മിനിറ്റ്സ് ഞങ്ങൾ പഠിച്ചിട്ടൊക്കെ ആട്ടോ അന്ന് സ്കൂളിൽ പോയത്. പക്ഷേ 6 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. നമ്മൾ രാവിലത്തെ സ്കൂൾ ബസ് തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിലാട്ടോ വരുന്നത്. ഉച്ചയ്ക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ വന്ന് ബസ് നിർത്താറുണ്ട്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ മാത്രം ബസ്സാണ് ഉച്ചയ്ക്ക്. KG1 ആൻഡ് KG2. നെക്സ്റ്റ് ഇയർ മുതൽ ഈ രാവിലത്തെ ഈ ബസ് തന്നെ ആയിരിക്കും കേട്ടോ ഉച്ചയ്ക്കും വരുന്നത്. അങ്ങനെ ആദ്യക്കൂട്ടം ബസ്സിലേക്ക് കയറിയിട്ട് പോയി.
അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഞങ്ങളുടെ സ്റ്റോപ്പും കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ നിന്നും ബസ് എൻ്റെ കൺമുന്നിൽ നിന്നും മായാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ല കേട്ടോ. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. സാധാരണ അമ്മമാരൊക്കെ അച്ഛന്മാരും ഒക്കെ ആണെങ്കിൽ കൊണ്ടുവിടുവാണെങ്കിൽ അവർ പിന്നെ ഓടിക്കളിച്ച് പോകുന്നതാണ്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്ന് ബസ് മാറുന്നിടം വരെ ഞാൻ നോക്കി നിന്നിട്ടാണ്. ആ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് പഴഞ്ചൻ ഒരമ്മയാണ് കേട്ടോ. എൻ്റെ മാതാശ്രീ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനും ഇപ്പം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ചായ ഇട്ട് കുടിക്കും. എന്നിട്ട് ഒരു ഇരിപ്പങ്ങടി ഇരിക്കും. ആദിയുടെ സ്കൂൾ ബസ് തിരിച്ച് സ്കൂളിൽ ചെന്ന് അവിടെ ആദ്യം പഞ്ച് ഔട്ട് ചെയ്തിറങ്ങുക എന്നാണല്ലോ സ്കൂളിലെത്തി എന്ന്, റീച്ച്ഡ് സ്കൂൾ എന്ന് കാണാതെ ഞാൻ ഇനി അടുക്കളയിൽ നിന്ന് അനങ്ങത്തില്ല. അത് അന്ന് മുതൽ ഫസ്റ്റ് ഡേ മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെ കേട്ടോ. എന്തോ എനിക്ക് അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്, എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടുത്തതായിട്ട് എൻ്റെ വകയൊരു മേക്ക് ഓവർ ആട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണൊന്ന് മേക്ക് ഓവർ ചെയ്തു. അതായത് ടേബിൾ ടോപ്പൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കലാവിരുതുകളൊക്കെ ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അഡ്ഹസീവ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ഞാൻ നോക്കുമ്പം യൂട്യൂബിൽ എല്ലാ ചേച്ചിമാരും കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ വകയും കൊണ്ടിരുന്നോട്ടെ. ഇവിടെ ആണെങ്കിൽ 2-3 റോള് സ്റ്റിക്കേഴ്സും ഇരിക്കുന്നത്. അപ്പം ഇതങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ. ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അടുത്ത് നോക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് ഏറെ അപാകതകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദിയുടെ ബുക്ക് ഒട്ടിച്ച ആ ഒരു എക്സ്പീരിയൻസിൽ പ്രൊഫഷണൽ ആ ടച്ച് വരുത്താൻ നോക്കിയതാണ്. പക്ഷേ കയ്യിൽ സംഭവം നിന്നില്ല കേട്ടോ. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒട്ടിക്കാം, നമുക്ക് കൊള്ളത്തില്ലെങ്കിൽ ഊരിക്കളയാലോ. അങ്ങനെയാണ് ഒട്ടിച്ചത്. അങ്ങനെ ആദ്യക്കുട്ടി സ്കൂളിലെത്തുന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഞാൻ അടുക്കളയിൽ നിന്ന് എണീറ്റു. നേരെ വന്നിട്ട് ലിപ് ബാം ഇട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ദിവസം. കാരണം എൻ്റെ ചുണ്ട് നല്ല ഡ്രൈ ആയിട്ട്, ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ലിപ് ബാം ഇടാറില്ല. പക്ഷേ എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു. എന്തോ പൊട്ടുകയും ചെയ്തു, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് ഈ ഒരു പുതിയ ലിപ് ബാം വാങ്ങിച്ചത്. വാസ്ലിൻ്റെ കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അടിപൊളി ലിപ് ബാം ആട്ടോ ഇത് വാങ്ങിച്ചത്. ഞാനിങ്ങനെ എൻ്റെ കാർഡിനത് ആഡ് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആദിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അടുത്ത ഫാർമസി പോയപ്പം അവിടെ കണ്ടു, അപ്പോഴേ അങ്ങ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ സംഭവം അടിപൊളി കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. വാസ്ലിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. ഇതും നല്ല ലിപ് ബാമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ചപ്പാത്തിയും കിഴങ്ങും മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ കിഴങ്ങ് സ്റ്റൂവോ അല്ലെങ്കിൽ കറിയോ വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കറി വെക്കാൻ വേണ്ടി തക്കാളിക്ക് ഇല്ലായിരുന്നു, സ്റ്റൂ വെക്കാൻ വേണ്ടി പാലും തീർന്നു പോയി. അപ്പോൾ പിന്നെ ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വെച്ചു. പിന്നെ അതാകുമ്പോൾ ഉച്ചക്കത്തേക്ക് കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിഷമത്തോടെ ചപ്പാത്തിയും കിഴങ്ങും മെഴുക്കുവരട്ടിയും കൂടെ കേട്ടോ കഴിച്ചത്. പിന്നെ ആ ഒരാഴ്ച എനിക്ക് അങ്ങനെ ഡയറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഇപ്പം ഒന്നെങ്കിൽ മുട്ട പുഴുങ്ങിയ ഒരെണ്ണം, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയാണെങ്കിൽ 2 എണ്ണം പുഴുങ്ങിയത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ആ ഒരാഴ്ച ചേട്ടനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡയറ്റൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. രാവിലെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, മറന്നുപോയി. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ അരി കഴുകി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതെനിക്ക് വലിയൊരു ജോലിയാണ്. ഞാൻ അരി എടുത്ത് ഒരു 10 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്യുന്ന 5-6 വെള്ളത്തിൽ. അപ്പോൾ ആ ഒരു നിറം അവർ ഈ ആഡ് ചെയ്ത കളേഴ്സൊക്കെ മാക്സിമം പോയിട്ട് നല്ല ക്ലിയറായിട്ട് അരി കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറൊക്കെ കഴുകി 3 ലിറ്ററിൻ്റെ കുക്കറാണ്. എനിക്കും ആദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 ലിറ്ററിൻ്റെ കുക്കറാട്ടോ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോഴേ കുക്ക് ചെയ്ത് വെക്കില്ല കേട്ടോ. അരി കഴുകിയൊക്കെ നീറ്റാക്കി കുക്കറിനകത്ത് വെയിറ്റ് ഇട്ടിട്ട് സ്റ്റൗവിൻ്റെ മുകളിലെടുത്ത് വെക്കും. എന്നിട്ട് ആദ്യം വരാറാവുന്ന ആ ഒരു സമയം അനുസരിച്ച് ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് തണുത്തു പോവും ചോറ്. പിന്നെ വൈകിട്ടത്തേക്കൂടെ ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഞ്ഞി ആക്കാൻ വേണ്ടിയും ചോറ് എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ അങ്ങ് രാവിലെ ഇട്ട് വെച്ച ചീത്തയായി പോയെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇതാ ആദ്യക്കുട്ട സ്കൂളിൽ നിന്ന് വന്നു. വിളിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ചു. പക്ഷേ ഞാൻ മറന്നു പോയി കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ഒരു ഹായ് ഒക്കെ പറയിപ്പിച്ചു. എന്നിട്ട് വന്നിട്ട് ആദ്യം നേരെ വന്നിട്ട് കൈയും കാലുമൊക്കെ കഴുകി പീഡിയാഷുവർ കുടിച്ചു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് വിവേക് കയറി സാധനം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിച്ച ജെല്ലിമുട്ടായും കഴിച്ചുകൊണ്ട് ആളിങ്ങനെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. പീഡിയാഷുവർ കുടിച്ചുകൊണ്ട് അത്യാവശ്യം വിശപ്പൊക്കെ ഒന്ന് മാറി. അങ്ങനെ സ്കൂൾ ഫോട്ടോ കിട്ടി കേട്ടോ. ക്ലാസ് ഫോട്ടോ, KG 1 ക്ലാസ് ഫോട്ടോ കിട്ടി. നല്ല ക്ലാസ് ഫോട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആദ്യം ഞാനിങ്ങനെ കാണിക്കാം കേട്ടോ, വട്ടം ഇട്ട് കാണിക്കുക. ഇതാണ് എൻ്റെ ആദ്യക്കുട്ടൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ. കാരണം നമ്മളിനി നിർത്തി അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇനി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ബട്ട് ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് നല്ല രസമായിട്ടുണ്ടായത്. കുട്ടികളെയൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് പെൻസിലൊക്കെ പിടിപ്പിച്ച് നല്ല രസമുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ കേട്ടോ.
അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. ആദ്യക്കുട്ടിനെ കുളിപ്പിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം തല കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ച് സുന്ദരനാക്കി സിന്ദൂരക്കുറിയോ ചന്ദനക്കുറിയോ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ കുളിപ്പിച്ചതിന് ശേഷം. ഇത് ഞാൻ ചോറുണ്ണുന്നതിൻ്റെ വീഡിയോ എടുത്തപ്പം ഇങ്ങനെ ഇങ്ങനെ കോക്കാൻ വെച്ച് കാണിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അങ്ങനെ വൈകിട്ടായപ്പം ആദ്യക്കുട്ടിൻ്റെ അച്ഛൻ ലാൻഡ് ചെയ്തപ്പോഴേ ബാഗിലോട്ടാണ് സാറ് കയറി പിടിച്ചത്. അങ്ങനെ ചേട്ടൻ കുളിച്ചൊക്കെ റെഡിയായിട്ട് വന്നിട്ട് പെട്ടി ഓപ്പൺ ചെയ്തു. ആദ്യക്കുട്ടൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ ആദ്യക്കുട്ടനിങ്ങനെ ഇപ്പം ആഗ്രഹിച്ചു ഇരുന്നിട്ടുണ്ടായിരുന്നു. ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടും വന്നു കേട്ടോ. ഗ്രാൻഡായിരുന്നു, ആദ്യം കോളായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ UK പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചേട്ടനെ കാണിച്ചു കേട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ട് വരുന്നൊക്കെ പറയുകയൊക്കെയാണ്. ഇതെല്ലാം അവിടുന്ന് കൊണ്ടുവന്ന ഐറ്റംസാണ് കേട്ടോ. മാരിയോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും പിന്നെ ചേട്ടൻ കൂട്ടുകാരന് വേണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. പല ടൈപ്പ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നിറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയും, ഈശ്വര എൻ്റെ ഡയറ്റ്, അയ്യോ ഞാൻ എൻ്റെ ജിമ്മ്, എൻ്റെ വണ്ണം, പക്ഷേ ഇതെല്ലാം ഞാൻ തിന്നും കേട്ടോ. ഇത് അടിപൊളിയാട്ടോ. ഈ ഫഡ്ജ് എന്നാണ് എനിക്ക് പറയുക. അയ്യോ അടിപൊളിയാട്ടോ ആ ടേസ്റ്റ്. ആ ഒരു ചോക്ലേറ്റ് നിങ്ങളെ കണ്ടില്ലേ, ശർക്കര പൊലിക്കുന്ന, അത് അടിപൊളിയാട്ടോ. പിന്നെ ഇത് ആദ്യക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള M&Mൻ്റെ ഒഫീഷ്യൽ ഷോറൂമിൽ പോയിട്ട് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാട്ടോ ഈ കാണുന്നതെല്ലാം. അയ്യോ ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. ഇത് അവിടുന്ന് വാങ്ങിച്ച ഓറഞ്ചിൻ്റെ ബാക്കി 3 കൊണ്ടുവന്നതാണ്. ആദ്യക്കൂട്ടിന് പാൽ കുടിക്കാനുള്ള പുതിയ കപ്പ്, പിന്നെ നല്ലൊരു ബ്ലാങ്കറ്റ് കേട്ടോ, M&Mൻ്റെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആദ്യക്കൂട്ടൻ പക്ഷേ ഇതൊന്നും ആദ്യക്കൂട്ടിന് വലിയ പ്രിയമായിട്ട് തോന്നില്ല കേട്ടോ. ആദ്യക്കൂട്ടിന് ലെഗോ, അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെഗോ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ഇനി അവന് അത് മതി. ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന കേട്ടോ, വിൻസർ കാസിലെ, ഞാൻ നോക്കിയത് എന്ത് എഴുതിയിരിക്കുന്നതെന്ന്, അവിടുത്തെ ഒരു കോയിനാണ്. അയ്യോ ഇതിന് എത്രയോ പൗണ്ടാന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു, എത്രയാണെന്ന് വാല്യൂ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ, സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ആദ്യം അവിടെ തകർക്കുകയാണ്, ലെഗോ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലെഗോയുടെ ഒരു കാർ കൊണ്ട് കൊടുത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാൻ ആ ഫഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു ചോക്ലേറ്റ് ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പോൾ അത് ഇച്ചിരി മെൽറ്റ് ആകുന്നുണ്ട്, ഇവിടുത്തെ ചൂടായതുകൊണ്ടായിരിക്കും ഒന്ന് മെൽറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇത് ആദ്യം കുറച്ച് കൊടുത്തു. ആദ്യം എൻ്റെ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിനകത്ത് എന്തോ സീരീസോ കാർട്ടൂണോ എന്തോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഇടയ്ക്ക് കൂടെ സാറ് ലെഗോയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓരോന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാട്ടോ ഈ സാധനം. കണ്ടു കഴിഞ്ഞാൽ ശർക്കര പോലെ ഇരിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം ഏകദേശം ടേസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ പശുമുട്ടായി എന്ന് പറയുന്ന സംഭവമുണ്ട്, പശുമുട്ടായി, അതും ഫഡ്ജ് എന്ന് പറയുന്ന സംഭവമാണ്, മിൽക്ക് ഫഡ്ജാണ് അതും. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഹൈ എൻഡ് വേർഷനാണ് ഈ സാധനം. ഒന്നും പറയാനില്ല, എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഒരു പാക്കറ്റ് നിറച്ച് ഇനി ഇപ്പോൾ 3 കൂടെ ഇരിപ്പുള്ളൂ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പം. ബാക്കിയെല്ലാം ഒരാഴ്ച കൊണ്ട് ഞാനും ആദ്യക്കുട്ടനും ഞാൻ മെയിനായിട്ട് അടിച്ചു തീർത്തു. സെറ്റ്. ഈ കാണുന്ന അവിടുത്തെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ അവിടുത്തെ കാര്യങ്ങളുടെയൊക്കെ ഒരു മാപ്പോ അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അതിന് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുള്ളൊരു എന്തോ അതിന് പറയുക സാധനം, അതാണ്. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സിൻ്റെ ഓരോ ചോക്ലേറ്റ്സ് ഞാൻ കാണിച്ചു കേട്ടോ. ഇത് മിൽക്ക് ചോക്ലേറ്റ് മൗണ്ടൻ ബാർ, നമ്മുടെ ടോബ്ലറോണും പൊളിക്കുന്ന സാധനം. ഇത് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. മൗണ്ടൻ പോലിരിക്കുക സംഭവം, നമ്മുടെ മൗണ്ടൻ പോലിരിക്കും. അടിപൊളി. പിന്നെ ഇത് വേറൊരു മിൽക്ക് ചോക്ലേറ്റ്, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, ഇത്രയും ചോക്ലേറ്റ്സ് ആണ് എനിക്ക് കൊണ്ടുവന്നത്. ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് ഇത്രയും സാധനങ്ങൾ. ഈ ചോക്ലേറ്റ്സ് ഫുൾ എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ബാഗ്സിൻ്റെ ഷോറൂമിൽ കയറിയിട്ട് ബാഗ് വേണമെന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ബാഗ് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ തന്നെ പോയി അങ്ങനെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളി അത് ഉപേക്ഷിച്ച് പിന്നെ എന്നോട് ചോദിച്ചൊന്നുമില്ല, ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ട് വന്ന്. ഇതെല്ലാം ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഫ്രിഡ്ജിൽ കയറി, ഒരാഴ്ച ആയല്ലോ വന്നിട്ട്. അപ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജിൽ കയറി.
ഇതാ അങ്ങനെ നല്ല ഭംഗിയുള്ള പല 4 ടൈപ്പിലുള്ള കേട്ടോ, ഒരെണ്ണം കൂടെ ഉണ്ട്, അത് കാണുന്നില്ല. 4 ടൈപ്പിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സാണ് വാങ്ങിച്ചത്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആദ്യക്കൂട്ടിനാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. എൻ്റെ മാരിയോ, നമ്മുടെ പണ്ടത്തെ മാരിയോ, അതാണ് ആ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നതായിരിക്കണം. ഭയങ്കര വെയിറ്റ് ആട്ടോ ഇതിങ്ങനെ കാണുന്നെങ്കിൽ, അത്യാവശ്യം നല്ല വെയിറ്റ് കൊണ്ട് ഭയങ്കര ക്വാളിറ്റി. ആ മ്യൂസിയത്തിൻ്റെ മാപ്പ്, യെസ് കിട്ടി, അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടം തകർത്ത് വെച്ച് ലെഗോ പണിയുന്നതാണ് കാണുന്നത്. ആദ്യക്കൂട്ടം ഒരു ലെഗോ ഭ്രാന്തനാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് ലെഗോ അഡിക്ഷൻ ഉള്ളൊരു കുട്ടിയാണ് ആദി. ഇതിപ്പം ഈ ഒരു ലെഗോയുടെ ടോയും കിട്ടി, പിന്നെ ഈ M&Mൻ്റെ ഒരു വലിയ പാക്കറ്റ് ആ സാധനം കൊണ്ടുവന്നല്ലോ. പക്ഷെ പിറ്റേ ദിവസം അന്ന് ലെഗോ ഈ ഒരു കാറ് അച്ഛനും മുന്നോട്ട് ചെയ്യുന്ന അസംബിൾ ചെയ്തു. പിറ്റേ ദിവസം സ്കൂളിൽ പോയി. അതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് വീണ്ടും ഇത് ഫുൾ അഴിച്ച് പണിഞ്ഞു കാറ് എന്നിട്ട് വീണ്ടും ഫിക്സ് ചെയ്ത് തന്നെ ഇരുന്നുകൊണ്ട്. എന്നിട്ട് ഞാൻ വൈകിട്ടൊക്കെ ആയപ്പോഴും എനിക്ക് മനസ്സിലായി. ഞാൻ വെച്ചാൽ മോനെ ഇതൊന്നും നിനക്ക് വേണ്ടേ, M&Mൻ്റെ മുട്ടായി പോലും ആദ്യം ഓപ്പൺ ചെയ്ത് കഴിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് സാറ് പതുക്കെ ഒന്നൊന്നായിട്ട് കൈ വെച്ച് തുടങ്ങിയത് കേട്ടോ M&Mൻ്റെ മുട്ടായിലോട്ടൊക്കെ. അത്രയ്ക്ക് അഡിക്ഷനാണ് ലെഗോയോട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച അവൻ്റെ ഇഷ്ടമല്ലേ, അവനാണെങ്കിലും കളക്ഷനുണ്ട്, ലെഗോയുടെ തന്നെ കളക്ഷനും ഉണ്ട്, പിന്നെ അല്ലാതെ ലെഗോ അല്ലാത്ത ബ്രിക്സ് നമുക്ക് കിട്ടും, അതിൻ്റെയും കളക്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് വെച്ചിട്ടാണ് ആൾ പല രീതിയിലും പല ഓരോ അവൻ്റെ ഐഡിയാസിലുള്ള പല കാര്യങ്ങളും നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ട് കാണിക്കുമ്പോൾ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വരും കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ച് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതിൻ്റെ മുകളിലായിരുന്നു. ഇപ്പോഴും ഇതും കൊണ്ടിരിക്കട്ടെ ഇത്രയും ദിവസമായിട്ടും. അങ്ങനെ ഞാൻ പിന്നെ കിച്ചണിൽ വന്നു. കിച്ചൺ ടിഷ്യൂ തീർന്നായിരുന്നു. പിന്നെ കിച്ചൺ ടിഷ്യൂ എല്ലാം ഞാനെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് പുറത്തുനിന്ന് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ചാർക്കോൾ ചിക്കൻ ഓർഡർ ചെയ്തു. ആദ്യം ബർഗറും ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോ കണ്ടുകൊണ്ട് ബാക്കി അടുക്കളയിൽ ഇരുന്ന് പാത്രം എല്ലാം കഴുകി നീറ്റാക്കി. പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്തും കിടക്കാമല്ലോ, പിറ്റേ ദിവസം ആദ്യം സ്കൂളിൽ പോകുന്ന ദിവസമാണല്ലോ. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഡിന്നർ പുറത്തുനിന്നായിരുന്നു. ചാർക്കോൾ ചിക്കനും ആദ്യക്ക് ബർഗറും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു. ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. ചേട്ടന് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയ ജെറ്റ് ലാഗ് ഒക്കെ ആയിട്ട്, എന്നാലും സാറ് ഉറങ്ങി. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ നാളിന് ശേഷമായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ് വോയിസ് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും കാണാം.